ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 2 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് വാഴ 2. പിബിൻദാസിന്റെ തിരക്കഥയിൽ സബിൻസ സംവിധാനം ചെയ്ത ഈ സിനിമ മൂന്നാമത്തെ ശനിയാഴ്ച കൂടിയായ 17-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ചിത്രം 16-ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 3,25,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 16 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയിരിക്കുന്നത് 103 കോടി രൂപയാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഇന്നലെ വരെ 195 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ 17-ാം ദിവസം ഇന്ന് ശനിയാഴ്ചയോടെ 200 കോടി മറികടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടോവിനോ തോമസ് നായകനായി ലിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് വിഷു റിലീസായി ഏപ്രിൽ 10 ബുധനാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പള്ളിച്ചട്ടമ്പി. ഈ സിനിമ 3-ാം ദിവസം കൂടിയ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 1,22,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ അങ്ങനെ 6,05,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 12 കോടി റേഞ്ചിലാണ്. വിഷു റിലീസായി ഏപ്രിൽ 15 ബുധനാഴ്ച തിയേറ്ററിലെത്തിയ രണ്ടാമത്തെ മലയാള സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. കുഞ്ചാക്കോ ബോബൻ നായകനായി രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ 25,70,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഈ സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് 1,46,00,000 രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2 കോടി റേഞ്ചിലാണ്. സൈജു കുറുപ്പ് നായകനായി കൃഷ്ണദാസ് മുരളി സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഭരതനാട്യം 2 മോഹിനിയാട്ടം. ചിത്രം രണ്ടാമത്തെ ശനിയാഴ്ച കൂടിയ 9-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. 8-ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,23,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 8 ദിവസം കൊണ്ട് കേരളത്തിൽ 8,96,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 12,50,00,000 റേഞ്ചിലുമാണ്. പ്രിയദർശൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്നലെ ഏപ്രിൽ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഭൂത് ബംഗ്ല. ചിത്രത്തിൽ അക്ഷയ് കുമാർ, പരേഷ് റാവൽ, ജിഷു സെൻഗുപ്ത, രാജ്പാൽ യാദവ്, ടബു, വാമിക ഗബ്ബി എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട താരങ്ങൾ. കേരളത്തിൽ മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമയ്ക്ക് നോർത്ത് ഇന്ത്യയിൽ മികച്ച അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഡേ പ്രീ സെയിലായി ഈ സിനിമയ്ക്ക് 5 കോടിയായിരുന്നു കിട്ടിയിരുന്നതെങ്കിൽ 2-ാം ദിവസം ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ പ്രീ സെയിലായി ലഭിച്ചിരിക്കുന്നത് 7 കോടി രൂപയാണ്. ഇന്ന് ബുക്ക് മൈ ഷോ സൈറ്റിലും വളരെ മികച്ച ട്രെൻഡിങ്ങാണ് ഈ സിനിമ കാണിക്കുന്നത്. മണിക്കൂറിൽ 17,000, 18,000 ടിക്കറ്റുകൾ വരെയാണ് ഈ സിനിമയ്ക്ക് നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള ഓപ്പണിംഗ് കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 6 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കർണാടകയിൽ 1,34,00,000, തെലങ്കാനയിൽ 68 ലക്ഷം, തമിഴ്നാട്ടിൽ 24 ലക്ഷം, ആന്ധ്രയിൽ നിന്ന് 6 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ ഓപ്പണിംഗ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 18,60,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് $5,48,000, അതായത് 5,12,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി ഭൂത് ബംഗ്ല നേടിയെടുത്തിരിക്കുന്നത് 23,72,00,000 രൂപയാണ്. 120 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത്. രൺവീർ സിംഗ് നായകനായി ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 ഈദ് റിലീസായി തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ബോളിവുഡ് സിനിമയാണ് ദുരന്തർ 2. ചിത്രം 4-ാമത്തെ ശനിയാഴ്ച കൂടിയ 31-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. 30-ാം ദിവസം ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 3 ലക്ഷം രൂപയാണ്. അങ്ങനെ 19,03,00,000 രൂപയാണ് ആദ്യ 30 ദിവസം കൊണ്ട് കേരളത്തിൽ ദുരന്തർ 2 നേടിയെടുത്തിട്ടുള്ളത്. ചിത്രം 30 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 1,323,73,00,000 രൂപയും വിദേശത്ത് നിന്ന് 418 കോടി രൂപയുമാണ്. അങ്ങനെ ലോകമെമ്പാടുമായി 30 ദിവസം പിന്നിടുമ്പോൾ 1,741,73,00,000 രൂപയാണ് ദുരന്തർ 2 നേടിയെടുത്തിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി OTT സ്ട്രീമിംഗ് ആരംഭിച്ച തമിഴ് സിനിമയാണ് യൂത്ത്. കെൻ കരുണാസ് തിരക്കഥ സംവിധാനം ചെയ്ത് മാർച്ച് 19 തിയേറ്ററിലെത്തിയ ഈ സിനിമ നിലവിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയിരുന്നു. ഈ സിനിമയുടെ സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 53,21,00,000, കർണാടകയിൽ 4,11,00,000, കേരളത്തിൽ 1,38,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 5,80,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 27 ലക്ഷം എന്നിങ്ങനെ ഇന്ത്യൻ കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 64,77,00,000 രൂപയാണ്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ പോസ്റ്റർ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. 7 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ 82 കോടി രൂപയാണ് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. പ്രദീപ് രംഗനാഥൻ നായകനായി വിഘ്നേഷ് ശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏപ്രിൽ 10 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് LIK അഥവാ ലവ് ഇൻഷുറൻസ് കമ്പനി. ഈ ചിത്രത്തിന്റെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 27,13,00,000, കർണാടകയിൽ 3,69,00,000, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 8,54,00,000, കേരളത്തിൽ 65 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 56 ലക്ഷം എന്നിങ്ങനെ 40,57,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് $1.15 മില്യൺ, അതായത് 10,76,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസായി 51,33,00,000 രൂപയാണ് ഈ സിനിമ 7 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ 50 കോടി പോസ്റ്റർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.